നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആശാ വർക്കർമാരുടെ വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ വിശദമായി. ആശാ വർക്കർമാരുടെ വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ വേതന വർധനവ് നടപ്പിലാക്കുമെന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം ഇന്നുവരെ ആശാ വർക്കർമാർക്ക് ലഭിച്ചിട്ടില്ല. പുതിയ സർക്കാർ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കിൽഡ് തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃസമ്മേളനം കെ കരുണാകരൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപ്പുലം, DCC ജനറൽ സെക്രട്ടറി NL ബേബി, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, ബാബു തോമസ്, ജനറൽ സെക്രട്ടറി വിദ്യാ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ആശയാണെങ്കിലും അംഗൻവാടിയാണെങ്കിലും സ്കീം വർക്കേഴ്സ് അവർക്ക് പ്രതിദിനം 700 രൂപ ശമ്പളമാക്കാൻ INTUC നിരന്തരമായി സമരം ചെയ്തിരുന്നു. നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറില്ല, പണി കൊടുക്കുന്നത് നമ്മള് ഒരു പരസ്യക്കടയ്ക്കാൻ തയ്യാറില്ല, സമരത്തിന് വിളിച്ചാൽ തയ്യാറില്ല. എന്തിനേറെ ഒരു AC ഹാളിൽ മീറ്റിംഗിന് വിളിച്ചാൽ പോലും ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, വരാൻ നമുക്ക് വിമുഖതയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ വിദ്യാ രമേശ് രണ്ടാമത്തെ തവണ ജനപ്രതിനിധിയാണ്, ആശാവർക്കറാണ്. ശകുന്തള സജീവ് ആശാവർക്കറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു, കോൺഗ്രസ്സുകാരിയാണ്. ട്രഷറർ വിജിനി ഗോപി ഒഴിപ്പുണ്ട്. ആശാവർക്കറാണ്, ഈ യൂണിയന്റെ ട്രഷററാണ്, പഞ്ചായത്ത് അംഗമായിരുന്നു. ഞാൻ ഇന്നലെ പലരെയും വിളിക്കുമ്പോ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച ആളുകൾ ഇപ്പൊ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, കൈപ്പൊന്നിക്കപ്പൻ എത്ര ആൾക്കാരുണ്ടാവും അറിയോ? മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പുത്തൂർ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോൺ ജോസഫ്, കൈക്കാരന്മാരായ ആന്റോ മാത്യു, ടോമി എടമറ്റത്തിൽ, ലിയോ ആലപ്പാട്ട്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ നോബി മേനാച്ചേരി, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 13 ശനിയാഴ്ചയാണ് ഊട്ടുതിരുനാൾ.
ദേശീയപാത ആമ്പല്ലൂരിൽ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എറണാകുളം ഭാഗത്ത് നിന്ന് തൃശൂരിലേക്കുള്ള ഭാഗം പണി തീർന്നു. തൃശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തിലാണ് ഇപ്പോൾ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണടിക്കുന്നത് മൂലം വലിയ പൊടിശല്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. പാലം പൂർത്തിയാക്കുന്ന പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് ഒഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അതിനുശേഷം പുതുക്കാടും മരത്താക്കരയിലും നടത്തറയിലും പണികൾ ആരംഭിക്കുന്നത് മൂലം വീണ്ടും കുറച്ചു നാളത്തേക്കെങ്കിലും ഈ പ്രദേശങ്ങളിൽ ഗതാഗതക്കുരുക്കുണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെക്കുംകര 17, 18 വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ രജനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. 18-ാം വാർഡ് ആശാ വർക്കർ ശാന്ത സ്വാഗതവും 17-ാം വാർഡ് മെമ്പർ ആമിന ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പങ്കെടുത്തു. കൂടാതെ കുടുംബശ്രീ, തൊഴിലുറപ്പ്, യുവജനങ്ങൾ എന്നീ വിഭാഗങ്ങൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി. കുറേ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നും മുതിർന്നില്ല. എല്ലാ പ്രശ്നം നടത്താൻ തന്നെയാണ്. നമ്മുടെ മഴക്കാലത്തെ കുറിച്ചൊരു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ പ്രാവശ്യവും നടത്താൻ തന്നെയാണ്. ഈ പ്രാവശ്യവും നമ്മളെല്ലാവരും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ മഴക്കാലമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിന് മുൻകരുതലുകളായിട്ട് നമുക്ക് കാന, ചാലൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വൃത്തിയാക്കാം. പിന്നെ റോഡിലൊക്കെ എടുക്കണ പ്ലാസ്റ്റിക് കുപ്പികൾ അതൊക്കെ ആയിട്ട് നീക്കം ചെയ്യാം. പിന്നെ എവിടെയൊക്കെ മാലിന്യങ്ങളൊക്കെ കൂമ്പാരായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. പിന്നെ പൊതുസ്ഥലങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വല്ല മരങ്ങളോ മരക്കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണ്ടവരോട് പറഞ്ഞ് അത് വെട്ടി നീക്കാൻ നോക്കുക. പിന്നെ ഈ മഴക്കാലത്ത് വരുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. പനിയൊക്കെ വരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശാവർക്കറെ അറിയിക്കുക. പിന്നെ ഡെങ്കിപ്പനി, ടൈഫോയിഡ്, എലിപ്പനി അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അത് വരാനായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ തന്നെ നമ്മുടെ വീടും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കുക. പിന്നെ ഭക്ഷണത്തിന് മുൻപും ശേഷമൊക്കെ കൈയും കാലൊക്കെ വൃത്തിയാക്കുക. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക. അതൊക്കെ തന്നെ പറഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരാണ്ടിരിക്കാൻ നമുക്ക് നോക്കാം. ഇനി പിന്നെ കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 17, 18 വാർഡുകളിൽ സംയുക്തമായിട്ട് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു ഉദ്ഘാടനം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരണതല്ല. തുടർച്ചയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. HDS ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകുവാൻ പുതിയ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് KN നാരായണൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇന്ത്യൻ കോഫി ഹൌസ് കെട്ടിടം അനധികൃതമായി പൊളിച്ചു നീക്കിയത് മൂലം ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. അനധികൃതമായി കെട്ടിടം പൊളിച്ചു നീക്കിയ അന്നത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികാരികൾക്കെതിരെ ശക്തമായ അന്വേഷണം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യൂണിയൻ പ്രസിഡന്റ് കൂടിയായ KN നാരായണൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി CD വത്സ അധ്യക്ഷത വഹിച്ചു. K രോഹിണി, ഗിനീഷ് KG, ഷോബി PS, സുഷിത K, സ്വപ്ന VC, ആൻസി MJ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ പൊതു അവധികൾ എന്തിനാണ് നമ്മുടെ അടുത്ത കാലത്ത് സർക്കാരുകൾ പല മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ മരണപ്പെട്ട സമയങ്ങളിൽ അല്ലെങ്കിൽ എമർജൻസി വരുന്ന പൊതു അവധികൾ പോലും നൽകാതിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ പൊതു അവധി കാര്യങ്ങളിൽ ക്യാഷ് ലീവിൻ്റെ കാര്യത്തിൽ സീനിയോറിറ്റി അനുസരിച്ചുള്ള ശമ്പളം നൽകുന്ന കാര്യത്തിൽ അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് തന്നെയായാലും ഏതറ്റം വരെയും നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അതിനോട് സഹകരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെൻറ്റുമായും ആശുപത്രി വികസന സൊസൈറ്റി അംഗങ്ങളുമായും ബഹുമാനപ്പെട്ട ചെയർമാൻ കൂടിയ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന യോഗങ്ങളിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ കാര്യം. അപ്പോൾ ആ ഒരു ദുരന്തകാലം, ആ ദുരിതകാലം അവസാനിക്കുന്ന ഒരു ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാലാവസ്ഥയോടെയാണ് ഇപ്പോൾ കേരളം 2-4 ദിവസങ്ങളായി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ നല്ലൊരു ഗവൺമെൻറ്, നല്ലൊരു മന്ത്രിസഭ, അതനുസരിച്ചിട്ടുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരും. ഓഫീസുകളിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ ഇവിടെയുള്ള ഓഫീസുകളിൽ പലതിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടൊരു കാലാവസ്ഥയാണ്. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് എപ്പോഴും തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുഖം നോക്കാതെ നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം. അതിന് സംഘടനയുടെ ശക്തി ഉണ്ടാവണം, അതിന് അംഗത്വം വർദ്ധിപ്പിക്കണം. ആ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുകൂടി ആണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇന്നലെ ഈ
തീരുമാനിച്ച് ഇന്നത്തെ യോഗം നമ്മൾ ഈ മാസത്തെ യോഗമാക്കി മാറ്റി അടുത്ത മാസം വളരെ വിപുലമായി ഒന്നുകൂടി നമ്മൾ യോഗങ്ങൾ നടത്തും. അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് അംഗത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒത്തിരി അപേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ട്. അപേക്ഷാ ഫോം പൂരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ബഹുമാനായ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്ത മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയ നമ്മുടെ പ്രവർത്തകർ തന്ന ഫോമും ഒക്കെ പൂരിപ്പിച്ച് അത് അടുത്ത മാസം ID കാർഡ് വിതരണം എന്ന രീതിയിൽ വലിയൊരു പരിപാടി നമ്മൾ പുതിയ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തും. മുഴുവൻ സംഘടനയുടെ കാര്യങ്ങളിലും നമുക്ക് ഒന്നിച്ചുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും കൂട്ടായ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം തടവും പിഴയും. 2023 വർഷത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുഴിക്കാട്ടുകോണം സ്വദേശി വടക്കാഞ്ചേരി വീട്ടിൽ 28 വയസ്സുള്ള വിഷ്ണു എന്നയാളെ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചു. 30 വർഷം കഠിന തടവിനും 5,50,000 രൂപ പിഴ ഒടുക്കാനുമാണ് ജഡ്ജി രമ്യ മേനോൻ ഉത്തരവിട്ടത്. അന്നത്തെ ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ സന്ദീപ് MP-യാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തിയത്. തുടർന്ന് ഡിവൈഎസ്പി TK ഷൈജു അന്വേഷണം ഏറ്റെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 17 സാക്ഷികളെ വിസ്തരിക്കുകയും 32 പ്രധാന രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സൂരജ് K കോടതിയിൽ ഹാജരായി. GSI സുമൽ, ജിബിൻ K ജോസഫ്, സിൻഡി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ മരത്താക്കരയിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. ഈ മാസം 8-ാം തീയതിയാണ് തൃശൂർ മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡീനസ് ഡേവിസിന് ജിമ്മിൽ നിന്നും പുറത്തിറങ്ങി വരവെ പിന്നിലൂടെ എത്തിയ അക്രമി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബോധരഹിതനായി താഴെ വീണ ഡീനസിന്റെ തലയിൽ 2 പ്രാവശ്യം കൂടി പ്രതി ചുറ്റിക കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കൃത്യം നടത്തിയ ശേഷം സമീപത്തുണ്ടായിരുന്ന സൈക്കിൾ എടുത്ത് അക്രമി രക്ഷപ്പെടുകയായിരുന്നു. സൈക്കിൾ പിന്നീട് തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം 25 പോലീസ് ഉദ്യോഗസ്ഥർ സംഘം തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. മരത്താക്കര, പുതുക്കാട്, കൊടകര, ചാലക്കുടി, ഒല്ലൂർ എന്നീ ഭാഗങ്ങളിൽ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ ഒരു അജ്ഞാതൻ ഡീനസിനെ പിന്തുടർന്നിരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോട്ട പനമ്പള്ളി നഗർ പടിഞ്ഞാറേക്കാടൻ വീട്ടിൽ സിറിൽ പിടിയിലായത്. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഡീനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും ഭർത്താവിനെ കൊലപ്പെടുത്തി തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് ഡീനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഡീനസിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കൃത്യം നടത്തിയതെന്നും ഇതിനായി ചാലക്കുടിയിൽ നിന്ന് ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു ഉദ്ദേശം. കൃത്യം നടത്തുന്നതിന് 2 മണിക്കൂർ മുൻപ് ജിമ്മിന് സമീപത്തായി പ്രതി എത്തി കാത്തിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡീനസ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം ചികിത്സയിൽ തുടരുകയാണ്. സൗഹൃദം സ്ഥാപിച്ച് യുവതിയിൽ നിന്നും 6,80,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത യുവാവിനെ തലശ്ശേരിയിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പ്രതി റിമാൻഡിൽ. യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ഭീഷണിപ്പെടുത്തി 6,80,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് യുവാവ് പിടിയിലായത്. തലശ്ശേരി പുളിച്ചാർച്ചി വീട്ടിൽ ഫഹീം അഹമ്മദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുമായി സ്നേഹബന്ധം സ്ഥാപിച്ച പ്രതി പിന്നീട് സ്വർണം നൽകി സഹായിക്കണമെന്നും അല്ലാത്തപക്ഷം ബന്ധത്തിൽ നിന്ന് പിന്മാറുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് 2025 ഒക്ടോബറിൽ യുവതിയുടെ പക്കൽ നിന്നും 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കൈക്കലാക്കി. പിന്നീട് യുവതിയുമൊത്തുള്ള ഫോട്ടോകൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 2026 ജനുവരിയിൽ 1 പവന്റെ കൈച്ചെയിൻ, 1/2 പവന്റെ മറ്റൊരു കൈച്ചെയിൻ, 2.5 ഗ്രാമിന്റെ പാദസരം എന്നിവയും പ്രതി തട്ടിയെടുത്തു. വിവിധ ഘട്ടങ്ങളിലായി 6,80,000 രൂപ വില വരുന്ന ഏകദേശം 5.5 പവനിലധികം സ്വർണ്ണാഭരണങ്ങളാണ് പ്രതി തട്ടിയെടുത്തത്. യുവതിയുടെ പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലാവുകയുമായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ.
മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. അന്തിക്കാട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച സംഭവത്തിൽ വധശ്രമ കേസ് പ്രതിയായ ജസ്റ്റോ അറസ്റ്റിൽ. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹോദരിയുടെ മകളെ പ്രതി ശല്യപ്പെടുത്തുന്നത് തടയുന്നതിനു വേണ്ടി ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയതിന്റെ വൈരാഗ്യത്താൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച പ്രതി പിടിയിലായി. ഉരകം പൂച്ചിനിപ്പാടം സ്വദേശി പാറക്കോട്ടുകാരക്കാരൻ വീട്ടിൽ ജസ്റ്റോയാണ് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായത്. ചെമ്മാപ്പള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ബേജോയുടെ സഹോദരിയുടെ മകളെ ജസ്റ്റോ നിരന്തരം ശല്യം ചെയ്തിരുന്നു. ശല്യം സഹിക്കവയ്യാതെ പെൺകുട്ടിയെ മേജോ സ്വന്തം വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഇതിന്റെ വിരോധത്താൽ മെയ് 8-ന് രാത്രി 12:30 പ്രതി ജസ്റ്റോ മേജോയുടെ വീട്ടിലെത്തി മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി മേജോ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷയും മേജോയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ സൈക്കിളും തകർക്കുകയായിരുന്നു. വാഹനങ്ങളുടെ സീറ്റുകൾ, അപ്പോൾസ്ട്രി വർക്കുകൾ, വൈപ്പറുകൾ എന്നിവ കുത്തിക്കീറി നശിപ്പിച്ചു. ഏകദേശം 8,000 രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ജസ്റ്റോ ചേർപ്പ്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസ് ഉൾപ്പെടെ 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VM കഴ്സണും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ടോൾ കൊടുത്തിട്ടും സേവനങ്ങൾ ലഭിക്കുന്നില്ല. ട്രക്ക് ബേയിൽ വാഹനങ്ങൾക്ക് പകരം കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാനം പിടിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ലഭിക്കേണ്ട പല സേവനങ്ങളും ലഭിക്കുന്നില്ലെന്ന് പരാതി. ദേശീയപാതയിൽ ദീർഘദൂര വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് വാഹനങ്ങൾ നിർത്തിയിട്ട് വിശ്രമിക്കാൻ യാതൊരു സംവിധാനവും സജ്ജമാക്കിയിട്ടില്ല. കുതിരാന് സമീപം വില്ലൻ വളവിൽ ട്രക്ക് ബേ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും നിലവിൽ അത് കരാർ കമ്പനിയായ PSTയുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള ഇടമാക്കി മാറ്റിയിരിക്കുകയാണ്. ദേശീയപാതയിൽ അനധികൃത പാർക്കിംഗ് പാടില്ല എന്ന് പറയുമ്പോൾ വാഹനങ്ങൾക്ക് നിർത്തിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ സൗകര്യം പോലും നൽകാത്തത് എന്താണെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. കരാർ കമ്പനിയുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ടോൾ നൽകി യാത്ര ചെയ്യുന്ന ആളുകളുടെ സേവനത്തെ മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണ് ദേശീയപാത അതോറിറ്റി എന്ന ആരോപണവുമായി ഒരു വിഭാഗം നാട്ടുകാർ രംഗത്തെത്തി. വടക്കഞ്ചേരി ദേശീയപാതയിൽ 2 സ്ഥലത്ത് ട്രക്ക് ബേ നിർമ്മിക്കണമെന്നാണ് കരാർ കമ്പനിയുടെ വ്യവസ്ഥ. ഇത് പാലിച്ചില്ല എന്ന് മാത്രമല്ല, നിർമ്മാണം പൂർത്തീകരിച്ച ഒരെണ്ണം നൽകുന്നുമില്ല എന്നതാണ് പ്രധാന പ്രശ്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാ വർക്കർമാരുടെ വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.